ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിശക്തമായ മഴയുണ്ടായത്. ആ സമയത്ത് ഏതാണ്ട് ഒരു 8 മണിക്ക് ശേഷമാണ് തുടർച്ചയായ മഴ പെയ്യാൻ. പകൽ മഴ പെയ്തിരുന്നെങ്കിൽ പോലും തുടർച്ചയായി സുമതി ഉള്ള ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നത്. അവർ കിടക്കുന്ന ഭാഗം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ NDRF സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ തിരച്ചിൽ നടന്നിരുന്ന സ്ഥലമല്ല, മറ്റൊരു സ്ഥലത്താണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മണ്ണിനടിയിൽ പെട്ടുപോയ സുമതിയെ ഏകദേശം ആ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ രക്ഷാദൗത്യ സംഘത്തിന് ആയിട്ടുണ്ട്. അവരിപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഉരുൾപൊട്ടിയതാണ്, ഏകദേശം ഒരു 2 മണിയോടെ എന്നുള്ളതാണ് ആ ഉരുമുപ്പന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് മണ്ണിനടിയിൽ ഇത്രയേറെ സമയം പെട്ടുപോയി, ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് സംശയമാണ്. എന്തായാലും അവിടെ ആ ഒരു ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണോ ജെയിൻ? അതിപ്പോൾ എങ്ങനെയെന്നാണ് ഒരാശങ്കയുള്ള കാര്യം. കാരണം JCB ഒന്നും അവിടേക്ക് എത്തിക്കാൻ കഴിയില്ല, കാരണം അവിടുത്തെ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ്. അവിടേക്ക് JCB എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് മണ്ണ് മാറ്റുന്നത് അവിടെ നിന്ന്? ഇപ്പോൾ NDRF പ്രവർത്തകർ കായികമായി തന്നെ അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ JCBയോ മറ്റ് യന്ത്രസാമഗ്രികളോ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീടിന് താഴ്വശത്തായിട്ടാണ് ഇവരെ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. എന്തായാലും ആളെ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവരെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും സ്വീകരിക്കാൻ പോവുക. തീർച്ചയായും ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അടൂർ മലയിലാണ് ഉരുൾപൊട്ടി ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലായത്. ആ വീട്ടിലുള്ള 3 പേരിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത്. സുമതി ഉള്ള സ്ഥലം ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മണ്ണ് കുഴിച്ച് സുമതിയെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുക. അടൂർ മലയിലാണ് ഉരുൾപൊട്ടി ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലായത്. അതിൽ ആ വീട്ടിൽ 3 പേരിൽ 2 പേരെ രക്ഷിച്ചു. രവിയുടെ മകൻ എന്നിവരെ രക്ഷിച്ചു. ഭാര്യ സുമതിക്ക് വേണ്ടിയുള്ള ാണ് അവിടെ പുരോഗമിക്കുന്നത്. ജെയിനസ് രാജു ഇവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജെയിൻ, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് ആ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി വെച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷേ മണ്ണിടിച്ചിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകാം എന്നുള്ളൊരു ഭീഷണി നിലനിന്നിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു. പക്ഷേ എന്നിട്ടും അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളോ മാറി താമസിക്കാനുള്ള നിർദ്ദേശമോ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചില്ലേ എന്നുള്ളതാണ്. എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? ഹിമ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുമതിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉണ്ട്. ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടന്നു വന്ന വഴിയുടെ തൊട്ട് താഴെ നിന്നാണ് ഇപ്പോൾ ബോഡി കിട്ടിയതായിട്ടുള്ളത്. എന്തായാലും വളരെ ശ്രമകരമായ ഈ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ 2 സംഘമായിട്ട് തിരിഞ്ഞാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ഒന്ന് വീട് ഇരുന്ന സ്ഥലത്തും അതുപോലെ തന്നെ താഴെ സാധ്യതയുണ്ട് എന്ന് കണ്ട സ്ഥലത്തുമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അതിൽ 2ാമത്തെ ടീമിൻ്റെ പരിശോധനയ്ക്കിടയിലാണ് സുമതിയുടെ ബോഡി കിട്ടിയിട്ടുള്ളത്. എന്തായാലും മരണം സ്ഥിരീകരിച്ച സ്ഥിതിയിലാണ്. ഔദ്യോഗികമായിട്ട് പറയാൻ നമുക്ക് കഴിയത്തില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് സംഗതികൾ. ഇവിടെ ഈ ആളുകൾക്ക് ഇവിടെ ഇത്തരം ഒരു പ്രശ്നമുണ്ടായിരുന്നു, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് ഒരു മൂപ്പനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് ആളുകളെ അവർക്ക് മുന്നറിയിപ്പ് നൽകി അവരൊന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായി. പക്ഷെ അവരാരും ഔദ്യോഗികമായിട്ടൊരു വിവരവും അതിനെ സംബന്ധിച്ച് ആരും ഇതുവരെയും ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഞാനിപ്പോൾ വന്നപ്പോൾ എൻ്റെ പരിസരവാസികൾ തന്നെ ഈ നിൽക്കുന്നത് തന്നെ ഏറ്റവും അടുത്ത ഈ തൊട്ട് താഴെ ബോഡി കിട്ടിയ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ചേട്ടനാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചത് ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ സമാനമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത്രയും കാലമായിട്ടായാലും ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടുള്ള സംഭവം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവരത്ര ഒരു ഭയപ്പാട് അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റും. നമ്മൾ ഈ ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യൂ? തീർച്ചയായിട്ടും അതിനുള്ള ക്രമീകരണം എല്ലാം ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപകട സാധ്യത എന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി MLA ആണ് സംസാരിച്ചത്. ഇപ്പോൾ ബോഡി കണ്ടെത്തി എന്നുള്ളതാണ്. മൃതദേഹം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് MLA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇനിയും
മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രദേശമാണ്. ഇവിടെയൊക്കെ വലിയ പാറക്കല്ലുകളൊക്കെ വീടുകൾക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കും എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അവിടെ നടന്ന ആ ഒരു ദൗത്യത്തിൽ സുമതിയുടെ ശരീരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 3 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. രവി, മകൻ, ഭാര്യ സുമതി എന്നിവർ. രവിയും മകനും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭാര്യ സുമതിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സുമതിയെ കണ്ടെത്തിയിട്ടുണ്ട്. ജെയിൻ, അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സുമതിയുടെ ശരീരമാണോ പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിച്ചുവല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് താഴെ നിന്നാണ്, അതായത് നമ്മുടെ ക്യാമറമാൻ നിൽക്കുന്നത് ഈ വീടിരുന്ന സ്ഥലത്തും അവരുടെ ബോഡി കിട്ടിയിരിക്കുന്നത് ഒരുപാട് താഴത്തു നിന്നാണ്. ഒരു 500 ഇല്ലെങ്കിൽ പോലും ഒരു 100, 150, 200 മീറ്ററെങ്കിലും അടിയിൽ നിന്നാണ് അവരുടെ ബോഡി കിട്ടിയിരിക്കുന്നത്. ഒരു 500 അടി താഴ്ച എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും ഭാഗത്തേക്ക് ഈ ശരീരം ഒഴുകിപ്പോയി. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, വളരെ കീഴ്ക്കാൻ തൂക്കായിട്ടുള്ള ഒരു ഭാഗമാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. ഇതിന് മുകളിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിന് മുകളിൽ താഴത്തു നിന്നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഇവിടുത്തെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു. കാണാതായ സുമതിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വീടാണ് തകർന്നത്. ബാക്കിയുള്ള വീടുകൾക്ക് ഇത്തരത്തിൽ വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ ആശങ്കയും ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, കോലാഹലമേട്ടിൽ ഒരു വീട് തകർന്ന മലയിലാണ് ഉരുൾപൊട്ടി ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നത്. സുമതിയാണ് മരിച്ചത്. സുമതിയുടെ ശരീരം കണ്ടെത്തി, ശരീരം അവിടെ നിന്ന് കൊണ്ടുപോയി. രാവിലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം, അതിനു പിന്നാലെ തന്നെ സുമതിയുടെ ശരീരം കണ്ടെത്തി. അവിടെ നിന്ന് MLA പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ള ഒരു അറിയിപ്പൊന്നും ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും അവർക്ക് ലഭ്യമായില്ല. പക്ഷേ ഇനി എന്തായാലും അറിഞ്ഞ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ വൈകാതെ തന്നെ ആരംഭിക്കും. പ്രദേശത്തുള്ളവരെയൊക്കെ മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ജെയിൻ എസ് രാജുവാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.